എന്നുവെച്ചാൽ കോപത്തോടുകൂടി പെരുമാറിയാൽ ഇടയ്ക്ക് മതിലുകൾ പണിത് വേർപെടുന്നത് പോലെയാണ്. എന്നാൽ ശാന്തതയോടെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പാലം പണിത് ബ്രിഡ്ജ് ചെയ്യുന്നത് പോലെയാണ്. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ദൈവസന്നിധിയിൽ കൂടി വന്നിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന വാക്യം ഒന്നുകൂടെ പറയുകയാണ്. 2-3 പേർ അവൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ അവനുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ഒരുപക്ഷെ നിങ്ങൾ വീട്ടിലാണ്, ഞങ്ങൾ സ്റ്റുഡിയോയിലാണ്. പക്ഷേ ഇന്ന് നമ്മുടെ നടുവിൽ കർത്താവുണ്ട്. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഒരുപക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം ഈ പ്രോഗ്രാം. അവരുടെയൊക്കെ ഇടയിൽ, നമ്മുടെയൊക്കെ മധ്യത്തിൽ യേശു കർത്താവ് ഇരിക്കുന്നുണ്ട്. ഒരാൾ നടുക്കുണ്ടെങ്കിൽ ഒരു സെൻറ്റർ പോയിൻ്റായിട്ട്, അല്ലെങ്കിൽ ഒരു സെൻറ്റർ പേഴ്സണായിട്ട്, ഒരു കേന്ദ്രീയ കഥാപാത്രമായിട്ട് ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ വ്യക്തി എന്തൊക്കെയോ സംതിങ് ആണ് എന്നുള്ളതല്ലേ, അല്ലെങ്കിൽ എന്തൊക്കെയോ ചെയ്യാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ എല്ലാവരുടെയും ആരാധന പാത്രമാണ് എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ഇന്ന് യേശു കർത്താവ് നമ്മുടെ നടുവിലുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ആരാധനയ്ക്ക് യോഗ്യനായവൻ, നമുക്ക് വേണ്ടി സകലതും പ്രവർത്തിക്കാൻ ശക്തനായവൻ, വിടുവിക്കുന്നവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അവനാണ് നമ്മുടെ മധ്യയായിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും പേടിക്കരുത്. നിങ്ങളുടെ നടുവിൽ അവനുണ്ട്, നിങ്ങളോട് കൂടെ അവനുണ്ട്. പ്രൈസ് ഗോഡ്. ഇന്നത്തെ നമ്മുടെ സ്പോൺസർ ഒരു വെൽവിഷറാണ് എറണാകുളത്ത് നിന്ന്. ഇന്ന് അവരുടെ 69ാമത്തെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 69 വർഷം ദൈവം കാത്തു പരിപാലിച്ചതിന് ഓർത്ത് നന്ദി പറയുകയാണ് കർത്താവ്. അതോടൊപ്പം ആത്മീക ജീവിതത്തിൽ കൂടുതലായിട്ട് വളരുവാൻ, കുടുംബം മുഴുവൻ യേശുവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെടുവാൻ സ്വർഗത്തിലെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും അധികമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഈ ആഴ്ചയിലുള്ള പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റ്സ് കൂടെ പറയുകയാണ്. ഞായറാഴ്ച പാസ്റ്റർ ഡാമിയൻ ആൻ്റണി കോഴിക്കോട് കാലിക്കറ്റ് ശുശ്രൂഷിക്കാണ്. ഡീറ്റെയിൽസ് നളന്ദ ഓഡിറ്റോറിയം രാവിലെ 10 മണിക്ക്. അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് വേഗത്തിൽ എത്തിച്ചേരുക. മദ്യപാനികളായിട്ടുള്ളവർ, രോഗികളായിട്ടുള്ളവർ, അങ്ങനെയൊക്കെ നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ പരിചയത്തിലൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൂടെ കൂട്ടിച്ചെല്ലുക. യേശുവിനെ അവർക്ക് കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം, ഏറ്റവും വലിയ പുണ്യം എന്ന് വേണമെങ്കിൽ പറയാം, അത് യേശുവിനെ കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ മീറ്റിങ്ങിലേക്ക് കടന്നു ചെല്ലുക. അതുമാത്രമല്ല, സെപ്റ്റംബർ 4-5 തീയതികളിൽ നടക്കുന്ന യൂത്ത്സിൻ്റെ ക്യാമ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. രജിസ്ട്രേഷൻ ആവശ്യമാണ്. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ്. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച. ഇപ്പോൾ ലൈവിൽ കാണുന്നവർ, ഇന്നത്തെ ഫോക്കസ് വേർഡ് ഗ്രേസ്ഫുൾ കോണ്ടാക്ട് ഒന്ന് ടൈപ്പ് ചെയ്തിടുക. നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ യൂട്യൂബിലൊക്കെ ടൈപ്പ് ചെയ്തിടുക. മാന്യമായ പെരുമാറ്റം, ഉചിതമായ പെരുമാറ്റം. കൃത്യമായ മലയാളം എനിക്ക് കിട്ടുന്നില്ല. ഗ്രേസ്ഫുൾ കോണ്ടാക്ട്, മാന്യമായ പെരുമാറ്റം, നല്ല പെരുമാറ്റം, നല്ല സ്വഭാവം. അതാണ് ഇന്നത്തെ നമ്മുടെ ഫോക്കസ് വേർഡ്. ലോകത്തിൽ എവിടെ നിന്നാണ് നിങ്ങൾ കാണുന്നതെങ്കിലും ദയവായി പ്ലീസ് ഇത് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. നമ്മുടെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മോർണിംഗ് ഗ്ലോറി അവൈലബിൾ ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ദീർഘദൂരം ചില സമയങ്ങൾക്ക് ഡെയിലി, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്. അവർ പലപ്പോഴും പറയാറുണ്ട് ഞങ്ങൾക്ക് ഓഡിയോ പ്ലാറ്റ്ഫോമുകളിൽ വേണം. എൻ്റെ അറിവിൽ ഈ ഗൂഗിൾ പോഡ്കാസ്റ്റ്, ആപ്പിൾ പോഡ്കാസ്റ്റ്, സ്പോട്ടിഫൈ തുടങ്ങിയതിലെല്ലാം ഇത് അവൈലബിൾ ആണ്. ചിലർക്ക് അത് അറിയില്ലായിരിക്കും, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ ഏതാണോ നിങ്ങൾ കൺവീനിയൻറ്റ് അതിൽ. ഡ്രൈവ് ചെയ്യുന്നവർക്ക് ടൈപ്പ് ചെയ്യാൻ സാധ്യമല്ല, നോ പ്രോബ്ലം. വീട്ടിലിരുന്നൊക്കെ കാണുന്നവർക്ക്, സൗകര്യമുള്ളവർക്ക് ദയവായി ഇത് ടൈപ്പ് ചെയ്യാം. ഗ്രേസ്ഫുൾ കോണ്ടാക്ട്, മാന്യമായ പെരുമാറ്റം. ഫിലിപ്പ് ലേഖനം 4:5, ഫിലിപ്പീൻസ് 4:5 ഇന്നത്തെ ഫോക്കസ് വേഴ്സ്. ലെറ്റ് യുവർ ജെൻറ്റിൽനെസ് ബി എവിഡൻറ്റ് ടു ഓൾ. മലയാളത്തിൽ ഫിലിപ്പ് ലേഖനം 4:5, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. ഒരു പീസ് കൂടെ അവിടെ ഉണ്ട്, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഇത് 2000 വർഷം മുമ്പ് പറഞ്ഞാണ് കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ എത്രത്തോളം അധികം അടുത്തിരിക്കുന്നു. ഡെക്ലറേഷൻ, ഇന്നത്തെ പ്രഖ്യാപനം. ജെൻറ്റിൽനെസ് ഗവേൺസ് മൈ ആക്ഷൻസ് ടുഡേ.
I win respect through kindness and grace. എൻ്റെ നല്ല പെരുമാറ്റം എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും എൻ്റെ എല്ലാ പ്രവൃത്തികളെയും ഇന്ന് നിയന്ത്രിക്കുന്നു. ഐ വിൻ റെസ്പെക്ട് ത്രൂ കൈൻഡ്നസ് ആൻഡ് ഗ്രേസ്. ദയയിലൂടെയും കൃപയിലൂടെയും കരുണയിലൂടെയും ഞാൻ മറ്റുള്ളവരുടെ ആദരവ് സമ്പാദിക്കുന്നു. ഇന്നത്തെ ബൈബിൾ റീഡിംഗ് പ്ലാൻ ദയവായി നിങ്ങളുടെ ബുക്കിൽ നോക്കി അത് വായിക്കുക. ഇന്ന് തന്നെ അത് ടിക്ക് ചെയ്യുക. ഗ്രേസ്ഫുൾ കോണ്ടാക്റ്റിനെ കുറിച്ച്, മാന്യമായ സ്വഭാവ രീതികൾ, പെരുമാറ്റം, അതിനെക്കുറിച്ച് ഞാൻ 4 കാര്യങ്ങൾ പറയാൻ പോകുക. നമ്പർ 1, ജെൻറ്റിൽനെസ് ഈസ് സ്ട്രെങ്ത് അണ്ടർ കൺട്രോൾ. ഈ ജെൻറ്റിൽനെസ് എന്ന് പറയുന്നത്, മാന്യത അല്ലെങ്കിൽ സൗമ്യത എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് സ്ട്രെങ്ത് അണ്ടർ കൺട്രോൾ. നിയന്ത്രിതമായ ശക്തി, കരുത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. ജെൻറ്റിൽനെസ് എന്ന് പറഞ്ഞാൽ നിയന്ത്രിതമായ ശക്തി എന്നാണ് അർത്ഥം. ബിബ്ലിക്കൽ ജെൻറ്റിൽനെസ് ഈസ് നോട്ട് വീക്ക്നെസ്. ഈ ജെൻറ്റിൽനെസ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ വളരെ ജെൻറ്റിലായിട്ടേ പെരുമാറുകയുള്ളൂ. അവർക്കൊരു സൗമ്യതയും സാവധാനതയൊക്കെ ഉണ്ട്. ചിലർ ഭയങ്കര വയലൻ്റാണ്, എന്നാൽ ചിലർ ജെൻറ്റിലാണ്. അപ്പോൾ ജെൻറ്റിലായിട്ടുള്ള ആളുകൾക്ക് ശക്തിക്കുറവുള്ള, നല്ല ശക്തിയുള്ള പേഴ്സണാലിറ്റി അല്ല എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കും. അങ്ങനെയല്ല. ബിബ്ലിക്കൽ ജെൻറ്റിൽനെസ് ഈസ് നോട്ട് വീക്ക്നെസ്. അതൊരു ബലഹീനതയല്ല. ഇറ്റ് ഈസ് സ്ട്രെങ്ത് ഡിസിപ്ലിൻഡ് ബൈ ലവ്. സ്നേഹത്താൽ നിയന്ത്രിതമായ, ഡിസിപ്ലിൻഡായ ശക്തിയാണ്, കരുത്താണത്. അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് സ്നേഹമാണ്. ജീസസ് possessed all authority in heaven and on earth, yet he described himself as gentle and humble in heart. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് തനിക്ക് സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരമുള്ളവനാണ്. വലിയ ഏറ്റവും പരമോന്നത അധികാരമുള്ളവനാണ് യേശു. എന്നാൽ തന്നെക്കുറിച്ച് തന്നെ താൻ വിശേഷിപ്പിച്ചത്, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ എന്നാണ്. എല്ലാവരും പറഞ്ഞ് സൗമ്യതയും താഴ്മയുള്ളവനും. യേശു അങ്ങനെയായിരുന്നു. ഞാനിന്ന് പറയുന്ന, പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ഹൃദയത്തിൽ സ്ട്രൈക്ക് ചെയ്യുന്നതെല്ലാം പെട്ടെന്ന് തന്നെ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടണം, നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കണം. ജെൻറ്റിൽനെസ് ഈസ് പവർ ദാറ്റ് ചൂസസ് കമ്പാഷൻ ഓവർ ഫോഴ്സ്. ഈ ശാന്തത, സൗമ്യത, മാന്യമായ പെരുമാറ്റം എന്ന് പറയുന്നത് വലിയ കരുത്താണത്. ദാറ്റ് ചൂസസ് കമ്പാഷൻ ഓവർ ഫോഴ്സ്. ബലം പ്രയോഗിച്ചും പ്രീഡിപ്പിച്ചും ഭയപ്പെടുത്തിയും കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഒരു വലിയ മനസ്സലിവോടെ, കമ്പാഷനോടെ കാര്യങ്ങൾ ചെയ്യുവാൻ തിരഞ്ഞെടുക്കുന്നൊരു തിരഞ്ഞെടുപ്പും അത് മറ്റേതിനേക്കാൾ, എന്ന് വെച്ചാൽ വയലൻസോടുകൂടെ പല കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ശക്തവുമാണ്. മത്തായി സുവിശേഷം 11:29 ഐ ആം ജെൻറ്റിൽ ആൻഡ് ഹംബിൾ ഇൻ ഹാർട്ട് എന്ന് എഴുതിയിരിക്കുന്നു. ഞാൻ ഹൃദയത്തിൽ, ശരിക്കും അങ്ങനെ ട്രാൻസ്ലേറ്റ്, ഹൃദയത്തിൽ ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകുന്നു. ഗലാത്യലേഖനം 5-ാം അധ്യായം 22-23 വചനങ്ങളിലാണ് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് പറഞ്ഞിരിക്കുന്നത്, ആത്മാവിൻ്റെ ഫലം. അതിൽ പറഞ്ഞിരിക്കുന്ന ഒന്നാണ് സൗമ്യത അല്ലെങ്കിൽ ജെൻറ്റിൽനെസ് എന്നുള്ള ആ ഒരു സ്വഭാവ ശ്രേഷ്ഠത. 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 24-25 വായിക്കുമ്പോൾ, 2 Timothy chapter 2 verse number 24 and 25, അവിടെ പറയുന്നത്, ദ ലോർഡ്സ് സെർവൻറ്റ് മസ്റ്റ് നോട്ട് ബി quarrelsome but must be kind to everyone. ദൈവത്തിൻ്റെ ദാസൻ അഥവാ കർത്താവിൻ്റെ ശുശ്രൂഷകൻ quarrelsome, ഒരു വഴക്കാളിയാകരുത്. തല്ലുകാരനും വഴക്കാളിയും അങ്ങനത്തെ സ്വഭാവമുള്ളവനാകരുത്. ബട്ട് മസ്റ്റ് ബി കൈൻഡ് ടു എവ്രി വൺ. എല്ലാവരോടും ദയ കാണിക്കുന്നവനാകണം. അതിൻ്റെ അർത്ഥം എല്ലാവരും വളരെ ബട്ടറായി, സോഫ്റ്റായി, വാക്സ് പോലെ ഇരുന്ന് നല്ല കാര്യങ്ങളൊന്നും ചെയ്തെടുക്കാൻ പറ്റാത്ത രീതിയിലാകണമെന്നൊന്നും അല്ല പറയുന്നത്. ശക്തമായ നിലപാടുകളുള്ളപ്പോൾ തന്നെ ഇടപെടലുകളിൽ ഒരു മാന്യത കാണിക്കണം ദൈവദാസന്മാർ. ദ സ്ട്രോങ്കസ്റ്റ് പീപ്പിൾ ആർ ഓഫ്റ്റൻ ദ ജെൻറ്റിലസ്റ്റ്. ഏറ്റവും കരുത്തുള്ള വ്യക്തികൾ പലപ്പോഴും വളരെ
ശാന്തതയുള്ള ശാന്ത സ്വഭാവക്കാരായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അതിൻ്റെ അർത്ഥം ജെൻറ്റിൽനെസ് ഈസ് കൺട്രോൾഡ് സ്ട്രെങ്ത്. ശക്തി ഭയങ്കരമാണ്, പക്ഷെ അതിനെ നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു രീതിയാണ് ഈ ജെൻറ്റിൽനെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശാന്തത, മാന്യത എന്നൊക്കെ പറയുന്നത്. നമ്പർ 2, ഗ്രേസ്ഫുൾ കോണ്ടാക്ട് റിഫ്ലെക്ട്സ് ക്രൈസ്റ്റ്. നമ്മുടെ സ്വഭാവത്തിൽ ആ ഗ്രേസ്ഫുൾ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ, മാന്യമായ പെരുമാറ്റ രീതി, സ്വഭാവ രീതികൾ, ഇടപെടലുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുത്ത ആ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്നത് ക്രിസ്തുവിനെയാണ്. കാരണം ക്രിസ്തുവിൻ്റെ സ്വഭാവമാണത്. ലോകത്തിൽ ജനിച്ച് ജീവിച്ചിട്ടുള്ള എല്ലാ ലീഡേഴ്സിനേക്കാളും നേതാക്കന്മാരെക്കാളും ഏറ്റവും മാന്യതയുള്ള, ഏറ്റവും സൗമ്യതയുള്ള, ഏറ്റവും ശാന്തതയുള്ള സ്വഭാവം ഉണ്ടായിരുന്നത് യേശുവിനാണ്. അതല്ല, ആ യേശു തന്നെ ദേവാലയത്തിൽ 2 പ്രാവശ്യം ചാട്ടയെടുത്ത് പലതിനെയും അടിച്ചോടിച്ച് നമ്മൾ കാണാം. ദേവാലയ ശുദ്ധീകരണം. എൻ്റെ അർത്ഥം കരുത്തനാണ് ആൾ. തൻ്റെ മുമ്പിൽ ആർക്കും നിൽക്കാൻ സാധ്യമല്ല. എന്നാൽ താൻ പൊതുവെ എല്ലാവരോടും പെരുമാറുന്നത് ചാട്ടയെടുത്തുകൊണ്ടല്ല. അതാണ് ടഫ്നെസ്സും ടെൻഡർനെസ്സിൻ്റെയും ബ്ലെൻഡ് എന്ന് പറയുന്നത്. പീപ്പിൾ ഓഫ്റ്റൻ മീറ്റ് ക്രൈസ്റ്റ് ത്രൂ ദ ബിഹേവിയർ ഓഫ് ഹിസ് ഫോളോവേഴ്സ് ബിഫോർ ദേ ഹിയർ ദ മെസ്സേജ് ഓഫ് ദ ഗോസ്പൽ. ഒത്തിരി പേരും ഈ ഭൂമിയിൽ സുവിശേഷ സന്ദേശങ്ങൾ കേൾക്കാൻ ഒരുപക്ഷെ അവർക്ക് സാഹചര്യമില്ലായിരിക്കാം, മനസ്സില്ലായിരിക്കാം, അവസരങ്ങളില്ലായിരിക്കാം. എന്നാൽ വിശ്വാസികളായി ക്രിസ്തുവിൻ്റെ അനുയായികളായ ആളുകളെ വീക്ഷിക്കുന്നതിലൂടെ പലപ്പോഴും അവർക്ക് ക്രിസ്തുവിനെ കാണാൻ കഴിയും. അങ്ങനെ അനേകർ ക്രിസ്തുവിലേക്ക് അട്രാക്റ്റഡ് ആയിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഒരേ ഓഫീസിൽ 32 പേർ ജോലി ചെയ്യുന്നു. അതിലൊരാൾ വിശ്വാസിയാണെന്നിരിക്കട്ടെ. മറ്റെല്ലാവരേക്കാളും ആ വ്യക്തിയുടെ ജോലി ചെയ്യുന്ന രീതി, വരുന്ന രീതി, പോകുന്ന രീതി, ഓഫീസിലുള്ള മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയെല്ലാം വ്യത്യസ്തമായിരിക്കണം. അവരിലൊരാളെ പോലെയാണെങ്കിൽ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ ആ വ്യക്തിയിൽ മാത്രം, അവിശ്വാസികളിടയിൽ ഈ ഒരൊറ്റ രക്ഷിക്കപ്പെട്ട വിശ്വാസി, അയാളുടെ സ്വഭാവത്തിൽ വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ അയാളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. ശ്രദ്ധിക്കുമ്പോൾ അതായിരിക്കും കർത്താവിൻ്റെ സ്വഭാവവുമായി ഇൻട്രാക്റ്റ് ചെയ്യുവാനുള്ള ബാക്കി 31 പേരുടെ ഏക അവസരം. അങ്ങനെയായിരിക്കും ഒരുപക്ഷെ അവർ ക്രിസ്തുവിനെ അറിയുന്നത്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ചിലരൊക്കെ ഫ്രണ്ട്ഷിപ്പ് കൂടിയിട്ട് ചോദിക്കും, വൈ ആർ യു സോ ഡിഫറെൻറ്റ്? ഞങ്ങളെപ്പോലെ അല്ലല്ലോ നീ, എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നു, ഇവിടെ വളരെ സിൻഫുള്ളായിട്ടുള്ള പലതും നടക്കുന്ന സമയത്ത് നീ കൂട്ടുചേരുന്നില്ല, വാട്ട് ഈസ് എ സീക്രട്ട്? പലരും അടുത്ത് വന്ന് ചോദിക്കുന്നത്. അങ്ങനെ പലരെയും യേശുവിലേക്ക് കൊണ്ടുവരാൻ ആ സ്വഭാവം തന്നെ കാരണമായി മാറില്ലേ? അപ്പം നമ്മുടെ our attitudes, our responses, our manners either strengthen or weaken our witness. നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ കർത്താവിൻ്റെ സാക്ഷികളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ വിശ്വാസിയും 5th ഗോസ്പൽ എന്ന് പറയാനുള്ള കാരണം ഇതാണ്. ഓരോ രക്ഷിക്കപ്പെട്ട ദൈവവേദലും 5-ാം സുവിശേഷമാണ്. ബൈബിളിൽ 4 ഉള്ളൂ. എന്നാൽ ജീവിക്കുന്ന, നടക്കുന്ന, ചിരിക്കുന്ന, ഓടുന്ന, പ്രവർത്തിക്കുന്ന, മറ്റുള്ളവരുടെ ഇടയിൽ ജീവിക്കുന്ന 5-ാം സുവിശേഷമാണ്, 5th ഗോസ്പലാണ് ഓരോ വിശ്വാസികളും. സോ നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ, നമ്മുടെ മനോഭാവങ്ങൾ, നിലപാടുകൾ, നമ്മുടെ പ്രതികരണങ്ങൾ, നമ്മൾ മറ്റുള്ളവരുമായുള്ള നമ്മുടെ ഇടപാടുകൾ, സംഭാഷണങ്ങൾ, ഇതെല്ലാം ഒന്നുകിൽ നമ്മുടെ സാക്ഷ്യത്തെ ശക്തീകരിക്കും, അല്ലെങ്കിൽ സാക്ഷ്യം ഇല്ലാത്തവരാക്കി മാറ്റും. തീത്തോസിൻ്റെ ലേഖനം 3:2 ബി പീസബിൾ ആൻഡ് കൺസിഡറേറ്റ് ആൻഡ് ഓൾവേസ് ബി ജെൻറ്റിൽ ടുവേർഡ് എവറി വൺ. സെയിം കാര്യം അവിടെയും പൗലോസ് പറയുന്നുണ്ട്. എല്ലാവരോടും സമാധാനം ആചരിക്കാനും, എല്ലാവരോടും വളരെ പരിഗണനയോടുകൂടി പെരുമാറാനും, അതുപോലെ എല്ലാവരോടും വളരെ ശാന്തതയോടുകൂടി പെരുമാറാനൊക്കെ, പുറമേയുള്ളവരോടൊക്കെ അതുപോലെ പെരുമാറണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. കൊലോസ് ലേഖനം 3:12 ക്ലോത്ത് യുവർ സെൽസ് വിത്ത് കമ്പാഷൻ, കൈൻഡ്നസ്, ഹ്യൂമിലിറ്റി, then gentleness and patience. നിങ്ങൾ മറ്റുള്ളവരുടെ ഇടയിൽ പെരുമാറുന്ന സമയത്ത് നിങ്ങൾ മനസ്സലിവ്, ദയ, താഴ്മ, മാന്യത തുടങ്ങിയുള്ള പല ദീർഘക്ഷമ തുടങ്ങിയുള്ളവ
ധരിച്ചുകൊള്ളണം. ഡ്രസ്സ് ഇടുന്നത് പോലെ ഈ സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരിക്കണം. മത്തായി സുവിശേഷം 5:16 ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ ബിഫോർ അതേഴ്സ്. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. ക്യാരക്ടർ ഗിവ്സ് ക്രെഡിബിലിറ്റി ടു യുവർ ടെസ്റ്റിമോണി. നിങ്ങളുടെ സാക്ഷ്യത്തിന് വിശ്വസനീയത നൽകുന്നത് നിങ്ങളുടെ സ്വഭാവ ശ്രേഷ്ഠതയാണ്. നമ്പർ 3, ജെൻറ്റിൽനെസ് ഡിഫ്യൂസസ് കോൺഫ്ലിക്റ്റ്. ഈ മാന്യമായ പെരുമാറ്റവും ശാന്തത സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അത് സംഘർഷങ്ങളെ ഒഴിവാക്കും, സംഘർഷങ്ങളെ ഇല്ലായ്മ ചെയ്യും. ഹാർഷ് വേർഡ്സ് ഓഫ്റ്റൻ മൾട്ടിപ്ലൈ പ്രോബ്ലംസ്. പരുഷമായ വാക്കുകൾ, കഠിനമായ വാക്കുകൾ പലപ്പോഴും പ്രശ്നങ്ങളെ പെരുക്കും. പ്രശ്നങ്ങൾ പെരുകണമെങ്കിൽ വളരെ കോപിച്ചുള്ള പരുഷമായ വാക്കുകൾ പറഞ്ഞാൽ മതി. ജെൻറ്റിൽ റെസ്പോൺസസ് ക്രിയേറ്റ് സ്പേസ് ഫോർ പീസ് ആൻഡ് റെസ്റ്റോറേഷൻ. എന്നാൽ വളരെ ശാന്തമായി മറുപടി പറയാമെങ്കിൽ, പ്രതികരിക്കാമെങ്കിൽ അത് സമാധാനത്തിനും അതുപോലെ പുനഃസ്ഥാപനത്തിനുമുള്ള ഒരു സ്പേസ് ഉളവാക്കും, ഒരു സ്ഥലം ഒരുക്കി കൊടുക്കും. അതായത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് വീണ്ടും പരിഹരിക്കാനൊക്കെ ശാന്തമായുള്ള സംസാരം കൊണ്ട് സാധ്യമാകും. ദിസ് ഡസ് നോട്ട് മീൻ അവോയ്ഡിങ് ട്രൂത്ത്. അതിൻ്റെ അർത്ഥം നമ്മൾ തെറ്റായ സകലവും സമ്മതിച്ചു കൊടുക്കണം എന്നല്ല. സത്യത്തിന് സത്യത്തിൻ്റെതായ വിലയുണ്ട്. സത്യം ഒഴിവാക്കിക്കൊണ്ട് പലതും പാച്ചപ്പ് ചെയ്യണം എന്നല്ല ഇതിൻ്റെ അർത്ഥം. ന്യായം ന്യായമാണ്, അതിന് വിട്ടുവീഴ്ച ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഇടപെടുന്ന രീതികളും സംസാര രീതികളും കുറേ കൂടെ മാന്യമാക്കാമെങ്കിൽ, എസ്പെഷ്യലി അധികാരത്തിലിരിക്കുന്നവരോട് സംസാരിക്കുമ്പോൾ, കുട്ടികൾ മാതാപിതാക്കളോടും മുതിർന്നവരോട് സംസാരിക്കുമ്പോൾ, വിദ്യാർത്ഥികൾ അധ്യാപകരോട് സംസാരിക്കുമ്പോൾ, റൂളർഷിപ്പിലുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ മാന്യത പുലർത്തണം, ആദരവോടുകൂടെ വിയോജിക്കാം. ചില സമയത്ത് നമ്മുടെ പാരൻസിനോട് സംസാരിക്കുന്ന സമയത്ത് പാരൻസ് പറയുന്നത് തികച്ചും അസത്യമായിരിക്കാം, തെറ്റായിരിക്കാം. പക്ഷെ സംസാരിക്കുന്ന രീതിയിൽ ആദരവോടുകൂടെ, അല്ലേ, മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നല്ലോ, ആദരവോടുകൂടെ വിയോജിക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മീൻസ് എക്സ്പ്രസിങ് ട്രൂത്ത് വിത്ത് വിസ്ഡം ആൻഡ് ലവ്. നമ്മുടെ കൈവശമുള്ള സത്യം അത് ജ്ഞാനത്തോടുകൂടെയും സ്നേഹത്തോടുകൂടെയും അത് പ്രകടിപ്പിക്കണമെന്നേ ഉള്ളൂ. സദൃശവാക്യങ്ങൾ 15:1 എ ജെൻറ്റിൽ ആൻസർ ടേൺസ് അവേ റാത്ത്. മാന്യമായ ഉത്തരം കോപത്തെ ഒഴിവാക്കുന്നു, ക്രോധത്തെ ഒഴിവാക്കുന്നു. അല്ലെങ്കിൽ ശാന്തമായ ഉത്തരം ക്രോധത്തെ ഒഴിവാക്കും. യാക്കോബിൻ്റെ ലേഖനം 3:17-18 വായിക്കുമ്പോൾ ദ വിസ്ഡം ദാറ്റ് കംസ് ഫ്രം ഹെവൻ ഈസ് പീസ് ലവിങ് ആൻഡ് കൺസിഡറേറ്റ്. ഉയരത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ജ്ഞാനം. ഞാനിതിനെക്കുറിച്ച് മോർണിംഗ് ഗ്ലോറിയിൽ പറഞ്ഞിട്ടുണ്ട്. 2 തരം ജ്ഞാനമുണ്ട്, വേൾഡ്ലി വിസ്ഡം ആൻഡ് ഹെവൻലി വിസ്ഡം. ഈ ലോകത്തിൻ്റെ ജ്ഞാനമുണ്ട്, സ്വർഗത്തിൽ നിന്നുള്ള സ്വർഗീയമായ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനവും ഉണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിൻ്റെ, അഥവാ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന, ദൈവത്തിൽ നിന്നും ഇറങ്ങി വരുന്ന ആത്മീയമായ സ്വർഗീയ ജ്ഞാനം, അത് സമാധാനം അന്വേഷിക്കുന്നതും അതുപോലെ വളരെ കൺസിഡറേറ്റുമാണ്. റോമലേഖനം 12:8 അതിൽ പറയുന്നത് ആസ് ഫാർ ആസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു ലിവ് അറ്റ് പീസ് വിത്ത് എവ്രി വൺ. നല്ലൊരു വചനമാണ്. റോമലേഖനത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നത് എല്ലാവരോടും സാധിക്കുന്നത്രത്തോളം കഴിവതും എന്തു ചെയ്യണം? സമാധാനത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും നടക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ആസ് ഫാർ ആസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു. സാധിക്കുന്നിടത്തോളം എല്ലാവരുമായി സമാധാനത്തോടെ ജീവിക്കണം. എന്നാൽ ചില ആളുകൾ സമാധാനപുത്രന്മാരല്ല, സമാധാനപ്രേമികളല്ല. നമ്മൾ എത്രത്തോളം ക്ഷമിച്ചാലും, എത്രത്തോളം സഹിച്ചാലും, എത്രത്തോളം സ്നേഹിച്ചാലും ചിലപ്പോൾ അവർ വഴക്കുണ്ടാക്കുകയും നമ്മൾ മാപ്പ് പറഞ്ഞാലും അവർ ക്ഷമിക്കാതിരിക്കുകയും വീണ്ടും പ്രതികാര ബുദ്ധിയോടെ പെരുമാറുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ വരാം. നമ്മുടെ പാർട്ടിൽ നമ്മൾ ചെയ്യാനുള്ള ചെയ്യുക. അതിനുശേഷം ചെയ്യേണ്ടത് അകൽച്ച പാലിക്കുക, കീപ് ഡിസ്റ്റൻസ്. വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ ഒരു ഗ്യാപ്പ് ഇട്ടാൽ മാത്രം മതി. ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു,
ചില ആളുകൾ നമ്മൾ ഒത്തിരി സ്നേഹിച്ചു, സഹിച്ചു, പുറത്തു എല്ലാം ചെയ്തു, പക്ഷേ ഒരിക്കലും ഒരു തരത്തിലും അവർ നന്നാകുന്നില്ല. നമ്മളെ വീണ്ടും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോൾ ഫോൺ വിളിച്ചാലും എപ്പോൾ സംസാരിച്ചാലും മുറിവുകളുണ്ടാകുന്ന, സമാധാനം കിട്ടുന്നില്ല. എന്താ ചെയ്യേണ്ടത്? ഗ്യാപ്പിടുക, ഒരു ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് സ്നേഹിക്കുക. അതുകൊണ്ടാണ് ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത്, സം പീപ്പിൾ വി ക്യാൻ ലവ് ഓൺലി ഫ്രം എ ഡിസ്റ്റൻസ്. ചില ആളുകളെ അകലെ നിന്ന് മാത്രമേ നമുക്ക് സ്നേഹിക്കാൻ പറ്റൂ. ഒത്തിരി അടുത്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാകും, മുറിവുകളുണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടാകും, തർക്കങ്ങളുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്തേക്കുക? ഒന്ന് ഗ്യാപ്പിട്ടേക്ക്. ഉള്ളിൽ നിന്നും അൺഫോർഗിവ്നെസ് എടുത്തു കളഞ്ഞ് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അയാളെ അനുഗ്രഹിക്കുക. റിമോട്ട്ലി ദൂരെ നിന്നുകൊണ്ട് ഗിഫ്റ്റുകൾ കൊടുക്കുകയോ സ്നേഹിക്കുകയോ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ഇൻട്രാക്ഷൻസ് കുറയ്ക്കുക. ജെൻറ്റിൽനെസ് ബിൽഡ്സ് ബ്രിഡ്ജസ് വെയർ ആങ്കർ ബിൽഡ്സ് വാൾസ്. ക്രോധവും കോപവും മതിലുകൾ പണിതുയർത്തി തമ്മിൽ സംസർഗമില്ലാത്തതുപോലെ ഇടയ്ക്ക് മതിലുകൾ പണിതുയർത്തുമ്പോൾ ശാന്തതയും മാന്യവുമായ പെരുമാറ്റം തമ്മിൽ പാലങ്ങൾ പണിയും. എന്ന് വെച്ചാൽ കോപത്തോടുകൂടി പെരുമാറിയാൽ ഇടയ്ക്ക് മതിലുകൾ പണിത് വേർപെടുന്നത് പോലെയാണ്. എന്നാൽ ശാന്തതയോടെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പാലം പണിത് ബ്രിഡ്ജ് ചെയ്യുന്നത് പോലെയാണ്. നമ്പർ 4, ഗ്രേസ്ഫുൾ കോണ്ടാക്റ്റ് ലീവ്സ് എ ലാസ്റ്റിംഗ് ഇൻഫ്ലുവൻസ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. മാന്യമായ പെരുമാറ്റം, അല്ലെങ്കിൽ അത് ഉചിതമായ നല്ല പെരുമാറ്റം ഒരു നിലനിൽക്കുന്ന സ്വാധീനത്തെ അവശേഷിപ്പിക്കും. പീപ്പിൾ മേ ഫൊർഗെറ്റ് അവർ അച്ചീവ്മെൻറ്റ്സ്. നമ്മുടെ വലിയ നേട്ടങ്ങളൊക്കെ പലരും മറന്നുപോകും. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വലിയൊരു അച്ചീവ്മെൻ്റ് ഉണ്ടാക്കിയെന്നിരിക്കട്ടെ, ആ സമയത്ത് എല്ലാവരും കെട്ടിപ്പിടിക്കുന്നു, അഭിനന്ദിക്കുന്നു, ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നു, കേക്ക് മുറിക്കുന്നു, ഭയങ്കര സംഭവമായിരിക്കും. 2 ദിവസം കഴിയുമ്പോൾ അത് ഓർക്കുക പോലുമില്ല. അതെല്ലാം എല്ലാവരും മറന്നുപോകും. ഇത്രയേ ഉള്ളൂ സംഭവം. ദേ റെയർലി ഫൊർഗെറ്റ് ഹൗ വി ട്രീറ്റഡ് ദം. അപ്പോൾ ഈ വലിയ വലിയ അച്ചീവ്മെൻറ്റ്സൊക്കെ എല്ലാവരും മറന്നു പോയാലും ചിലർക്ക് വേണ്ടി നാം ചെയ്യുന്ന അവരുടെ ദുർബല നിമിഷങ്ങളിൽ, അല്ലെങ്കിൽ അവർ നാണം കെടേണ്ട സന്ദർഭത്തിൽ, അവർ തകർന്നു പോയ സമയങ്ങളിലൊക്കെ നമ്മൾ കരുണയോടെ മനസ്സലിയോടെയൊക്കെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് ഓർത്തിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് കൈൻഡ്നെസ്, റെസ്പെക്റ്റ്, പേഷ്യൻസ്, ഹ്യൂമിലിറ്റി, ഇതൊക്കെ മറ്റുള്ളവരിൽ ഒരു ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഉണ്ടാക്കും. ആ വ്യക്തി, ഇന്ന വ്യക്തി, അയാളാണ് എൻ്റെ എല്ലാവരും ഇട്ടിട്ട് പോയ സമയത്ത് ഇന്നയാൾ മാത്രം, ഇന്ന സിസ്റ്റർ, ഇന്ന ബ്രദറാണ് കൂടെ നിന്നത്, പ്രാർത്ഥിച്ചത്, സഹായിച്ചത്, പല രീതിയിലും എൻകറേജ് ചെയ്തത്. ഞാൻ മറക്കില്ല. പറയുന്നത് കേട്ടിട്ടില്ല. എനിക്ക് അയാൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം ഞാൻ അതുപോലെ തകർന്ന സാഹചര്യത്തിൽ ആ വ്യക്തിയാണ് എനിക്ക് വേണ്ടി നിന്നത്. ആളുകൾ മറക്കില്ല. എഫെസ്യ ലേഖനം 4:32, ബി കൈൻഡ് ആൻഡ് കമ്പാഷനേറ്റ് ടു വൺ അനദർ. സെയിം തന്നെ വീണ്ടും പറയുന്നു, നിങ്ങൾ പരസ്പരം ദയയുള്ളവരും മനസ്സലിവുള്ളവരും ആയിരിക്കുവിൻ. 1 പത്രോസ് 2:12, ലിവ് സച്ച് ഗുഡ് ലൈവ്സ് എമംഗ് ദ പേഗൻസ്. ജാതികളുടെ മധ്യത്തിൽ, അവിശ്വാസികളുടെ മധ്യത്തിൽ, സാധാരണ ലോക മനുഷ്യരുടെ ഇടയിൽ നിങ്ങൾ വളരെ എത്രയും നല്ല ജീവനം ജീവിക്കണം, എത്രയും നല്ല ജീവിതം കഴിക്കണം. സദൃശവാക്യങ്ങൾ 31:26 വായിച്ച് നോക്കിയേ. ഷീ സ്പീക്സ് വിത്ത് വിസ്ഡം ആൻഡ് ഫെയ്ത്ത്ഫുൾ ഇൻസ്ട്രക്ഷൻ ഈസ് ഓൺ ഹെർ ടങ്. അവൾ ജ്ഞാനത്തോടെ സംസാരിക്കുകയും അതുപോലെ ആൻഡ് ഫെയ്ത്ത്ഫുൾ ഇൻസ്ട്രക്ഷൻ ഈസ് ഓൺ ഹെർ ടങ്. അവളുടെ നാവിൽ ഏറ്റവും നല്ല ഉപദേശമുണ്ട്. ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. എ ഗ്രേഷ്യസ് ലൈഫ് ബിക്കംസ് എ പവർഫുൾ ടെസ്റ്റിമണി. ചുരുക്കി പറഞ്ഞാൽ വളരെ ദയ കാണിക്കുന്ന നല്ല ഉചിതമായ മാന്യമായ ഒരു ജീവിതം ജീവിച്ചാൽ അത് തന്നെ ഒരു വലിയ ടെസ്റ്റിമണിയായിട്ട് മാറും. ഇന്നൊരു തീരുമാനം എടുക്കാൻ സാധിക്കുമോ? ഞാൻ മറ്റുള്ളവരോട് മാന്യമായി പെരുമാറും, ആരെ എനിക്ക് മുറിപ്പെടുത്താൻ ആഗ്രഹമില്ല, മനസ്സലിവ് കാണിക്കും. കർത്താവിനോട് ക്ഷമിച്ചു, കർത്താവിനോട് എത്രയോ കരുണ കാണിച്ചു, അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരോട് കരുണ കാണിക്കണ്ടേ? ഭയങ്കര റൂഡായി, ഹാർഷായി, അഹങ്കാരത്തോടെ ഒക്കെ പെരുമാറുന്ന രീതികൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ അതിനെനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാലോ? കർത്താവേ, നിൻ്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നെന്ന് പറഞ്ഞിരിക്കുന്ന പോലെ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ആ ജെൻറ്റിൽനെസ് എന്ന സ്വഭാവം ഞങ്ങളെല്ലാവരിലും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഒരു ഗ്രേസ്ഫുൾ കോണ്ടാക്റ്റ് എല്ലാവരിലും ഉണ്ടാകട്ടെ.
എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത് കേൾക്കുന്നവരുടെ അകത്ത് പരിശുദ്ധാത്മാവിനാലും വചനത്താലും വലിയ മാറ്റങ്ങളുണ്ടാകാനായി പ്രാർത്ഥിക്കുന്നു. ഇതേ സമയം തന്നെ നിങ്ങളിപ്പോൾ മാനസികമായി തകർന്നിരിക്കുകയാണോ, സാമ്പത്തികമായി തകർന്നിരിക്കുകയാണോ, ഒറ്റപ്പെട്ടിരിക്കുകയാണോ, രോഗിയാണോ, പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശു നാമത്തിൽ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. മരുന്നിന് വേണ്ടി ഒത്തിരി പണം ചെലവഴിക്കേണ്ടി വരുന്ന അവസ്ഥകളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രോഗസൗഖ്യം എല്ലാവർക്കും ലഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ മാനസികമായി വലിയ പ്രയാസത്തിലായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ ബ്രേക്കപ്പ് ആകുകയും അതുപോലെ റിലേഷൻഷിപ്പ് ഇഷ്യൂസൊക്കെ ഉള്ളവർ, കർത്താവെ, നിൻ്റെ ആശ്വാസം അവരുടെ മേൽ വരട്ടെ. അവർ ജീസസ് ഈസ് ദ ട്രൂ ഫ്രണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാകട്ടെ. ഒരിക്കലും ഉപേക്ഷിക്കാത്ത, ഇട്ടിട്ട് പോകാത്ത യേശുവിൻ്റെ കൂട്ട് അവർക്കുണ്ടാകട്ടെ. അങ്ങയുടെ നാമത്തിൽ ജനത്തെ ബ്ലസ് ചെയ്തിരിക്കുന്നു. ഇൻ ജീസസ് നെയിം, ആമേൻ. ഇന്നത്തെ ഇതിൻ്റെ ലിങ്കുകളൊക്കെ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണം. ഇത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു ഓൾ. ബൈ.